നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ നാരായണീയത്തിൻ്റെ 3 ദശകങ്ങൾ പകർത്തി എഴുതിട്ടോ. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇന്ന് എഴുതാൻ പോകുന്നത് 4ാമത്തെ ദശകമാണ്. ഈ ദശകത്തിൽ പറയുന്നത് അഷ്ടാംഗ യോഗവും തൽസിദ്ധി പ്രകാരവുമാണ്. അപ്പോൾ പലരും നല്ല സന്തോഷമുണ്ട് നാരായണീയം പകർത്തി എഴുതുന്ന സമയത്ത്, മനസ്സിന് ഒരുപാട് സന്തോഷം അത് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു ഭക്ത പറഞ്ഞു, ഈ ശ്ലോകങ്ങൾ എഴുതാനായിട്ട് തുടങ്ങുമ്പോഴേ ഒരു ദശകല്ലേ, അത് വളരെ സിമ്പിളായിട്ട് എഴുതാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എഴുതി തുടങ്ങിയത്. പക്ഷേ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര സിമ്പിൾ അല്ല എന്നുള്ള കാര്യം. പക്ഷെ അടുത്ത ദശകം എഴുതുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എളുപ്പമായി, എഴുതിയിട്ടൊരു തഴക്കം വരില്ലേ. പിന്നെ 3ാമത്തെ ദശകമായപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു അഭിപ്രായം വന്നത്, ഈ ശ്ലോകങ്ങൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, അത് മനസ്സിലാക്കിയിട്ട് എഴുതാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് എഴുതാനൊന്നും അറിയില്ല കേട്ടോ. ഞാനും നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിരുന്നാലും അതിൻ്റെ ചുരുക്കിയിട്ടില്ല ഒരു സംഗ്രഹം പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് 4ാമത്തെ ദശകമാണല്ലോ എഴുതുന്നത്. ഈ ദശകത്തിലെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം കേട്ടോ. യോഗാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനെ ധ്യാനിക്കണം എന്നാണ് ഈ ഒരു ദശകത്തിൽ പറയണത്. അതായത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, പിന്നെ സമാധി. ഇത്തരത്തിലൂടെ വേണം ഭഗവാനെ ധ്യാനിക്കാനായിട്ട് എന്നാണ് പറയണത്. അതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ധ്യാനിക്കുന്ന ആ ഒരു സമയത്ത് നല്ല ആരോഗ്യം കൂടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആരോഗ്യം നൽകുന്ന ഭഗവാനെ ഇതിനുള്ള ആരോഗ്യവും ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണേ എന്നാണ് പറയണത്. കാരണം ഈ അഷ്ടാംഗ യോഗങ്ങളൊക്കെ ചെയ്യാനായിട്ടേ നല്ല ആരോഗ്യം ആവശ്യമാണ്. ആരോഗ്യം ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി കൂടെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ധ്യാനങ്ങളാണ് പറയണത്. അതൊന്ന് സ്വരൂപ ധ്യാനവും പിന്നെ ഒന്ന് ഈ ധ്യാനമാണ്. സ്വരൂപ ധ്യാനത്തിൽ പറയണത് ഭഗവാനെ നമ്മളെങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കണത് അതേപോലെ തന്നെ ഭഗവാന്റെ പീലി തിരുമുടി, ഭഗവാൻ ചൂടിയിട്ടുള്ള കിരീടം, പിന്നെ നെറ്റിയിലുള്ള ആ ഒരു ഗോപിക്കുറി, വാലിട്ടെഴുതിയ കണ്ണുകൾ, ഭഗവാന്റെ മൂക്ക്, ചുണ്ട്, ഭഗവാന്റെ പുഞ്ചിരി, പിന്നെ ഭഗവാന്റെ കാതുകളിലെ ഇങ്ങനെ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ കാറ്റിലാടുന്നത്, അതേ കവിൾത്തടങ്ങളിൽ തട്ടുന്നത്, മനോഹരമായ കവിൾത്തടങ്ങൾ, ഭംഗിയായിട്ടുള്ള കഴുത്ത്, പിന്നെ അണിഞ്ഞിരിക്കുന്ന മാലകൾ, 4 തൃക്കൈകൾ, അതിലുള്ള ഭഗവാന്റെ ആയുധങ്ങൾ, പിന്നെ അരയിലെ കിങ്ങിണി, പീതാംബരം, ഭഗവാന്റെ കാൽപാദങ്ങൾ, അതിലണിഞ്ഞിരിക്കുന്ന കൊലുസ്, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള അവയവങ്ങളെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 രീതിയിലും ധ്യാനിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയണത് കേട്ടോ. അങ്ങനെ ധ്യാനിക്കുന്നവർക്ക് ഇപ്പം ഈ ഈ സ്വരൂപ ധ്യാനം പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഓരോ ഭാഗവും ഭഗവാന്റെ ഇങ്ങനെ ധ്യാനിച്ചിട്ട് അവസാനം അത് ആ ഒരു പുഞ്ചിരിയിൽ ഭഗവാന്റെ ആ ഒരു മന്ദഹാസത്തിൽ വന്ന് നിൽക്കണം എന്നാണ് പറയുക. അങ്ങനെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതൊന്നും വരാതെ ആ ഭഗവാന്റെ ആ ഒരു മന്ദസ്മിതത്തിൽ തന്നെ, മന്ദഹാസത്തിൽ തന്നെ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കണേ. അങ്ങനെയും കൂടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ പറയണത്, ഇതിൽ പറയുന്നുണ്ട് ബ്രഹ്മചര്യം, അതുപോലെ തന്നെ അഹിംസ, ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. അത് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. യോഗീശ്വരന്മാർ ഭഗവാനെ ധ്യാനിക്കണത് പോലെ ഞങ്ങൾക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥന. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് ഓരോരോ ലോകങ്ങളിലൂടെ കടന്നിട്ടാണ് ഭഗവാനിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലാത്തവർ ജനിക്കുന്നു മരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ധ്യാനിക്കുന്നവർക്ക് മാത്രമാണ് ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെയുണ്ട്. അപ്പോൾ അവരൊക്കെ മഹാന്മാരായിട്ട് ജനിക്കുന്നതാണ് പറയണത്. അപ്പോൾ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അതിനെ നമ്മൾ ചെയ്യേണ്ട ധ്യാനം എപ്രകാരമാണ് ധ്യാനിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഈ ഒരു ദശകത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ദശകം എഴുതാനായിട്ട് ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 4
യോഗവും യോഗസിദ്ധിയും. കല്യതാ മമ കുരുഷ്വ താവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢദാദിഭിര്യമൈരാപ്ലവാദിനിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാപവൽപരാ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാദദാപഹൃത്യാ സ്മഹേ ഭവതുപാസനോന്മുഖാ. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നദോ ധാരയേമ ദിഷണാ മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രിചിന്തകാ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസ്സുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാത്വദാശ്രയാ. ധ്യായതാം സകളമൂർത്തിമീദൃശിം ഉന്മിഷന്മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമന്തരം ബ്രഹ്മരൂപമയിതേവ ഭാസതേ. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായകാ ആശ്രിതാ പുനരത പരിച്യുതാ വാരഭേമഹി ചധാരണാദികം. ഇത്തമഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖകൽപിതോത്സവാ മുക്തഭക്തകുലമൗലിദം ഗതഃ സഞ്ചരേമ ശുഗനാരദാദിവൽ. ത്വൽസമാധിവിജയേതു യഃ പുനർമങ്ക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജസുഷുമ്നയാശനൈः. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹാ ഊർധ്വലോകകുതുഗീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയതേ. അഗ്നിവാസരവളർച്ച പക്ഷഗൈരുത്തരായണജുഷാ ച ദൈവതൈः പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദന്തമീയതേ. ആസ്തിദോദമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർധ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസ പദമദഃ പുരൈവ വാ. തത്ര വാ തവ പദേ ദവാവസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തസ്യ ജക്ഷിതിപയോ മഹോ നിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഗീയാതിദേ പദമനാവൃതം വിഭോ. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗൽപദേ സച്ചിദാത്മക ഭവൽഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.